ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ അബുദാബിയിലുള്ള ഹെറിറ്റേജ് വില്ലേജിലേക്കാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ കോർണിഷ് ബീച്ചിൻ്റെയും മറീന മോളിൻ്റെ അടുത്തായിട്ടാണ്. ഇതിൻ്റെ ടൈമിംഗ് വരുന്നത് സാറ്റർഡേ ടു തേഴ്സ്ഡേ 9 AM to 4 PM വരെയും, പിന്നെ ഫ്രൈഡേ വരുന്നത് 7:30 AM to 12 PM വരെയും, പിന്നെ ഓപ്പൺ ചെയ്യുന്ന 3 PM to 9 PM വരെയാണ്. പിന്നെ ഇവിടെ എൻട്രി ഫീസും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചെല്ലുമ്പോൾ റിസപ്ഷനിൽ ചെന്നിട്ട് നമ്മുടെ പേര്, മൊബൈൽ നമ്പർ ഒന്നും മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്പോട്ടാണിത്. അപ്പം നമ്മൾ റിസപ്ഷൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം തന്നെ നമ്മുടെ ഹെറിറ്റേജ് വില്ലേജിൻ്റെ ഒരു മിനിയേച്ചർ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ. അടിപൊളിയാണ് കാണാനത്. നമുക്ക് ആ ഒരു മിനിയേച്ചറിൽ നിന്ന് തന്നെ എന്താണ് അതിൻ്റെ ഉള്ളിലേക്കുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ എമിറേറ്റ്സിൻ്റെ കൾച്ചറൽ സിഗ്നിഫിക്കൻസിനെ പറ്റി നമുക്ക് കൂടുതൽ അറിയാനും നമ്മൾ ഓൾഡ് ആൻഡ് എമിറേറ്റ്സിനെ പറ്റി നല്ലോണം മനസ്സിലാക്കാനും പറ്റിയ ഒരു സ്പോട്ടാണ് ഹെറിറ്റേജ് വില്ലേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കയറാൻ പോകും നമ്മളെ ഹിസ്റ്റോറിക്കൽ അർച്ചീവ്സിലാണ് കയറാൻ പോകുന്നത്. ഇവിടെ ഉള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളെ കുറേ അവർക്ക് പണ്ട് കാലത്ത് കിട്ടിയിട്ടുള്ള അവാർഡ്സ്, സർട്ടിഫിക്കറ്റ്സ്, കുറേ ഫോട്ടോസ് എല്ലാം വളരെ നല്ല രീതിക്ക് ഇവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. പിന്നെ ഇവിടെ കുറേ ഷോപ്സും സ്റ്റോൾസൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു എന്ന് തോന്നുന്നു. നമ്മൾ ചെന്നപ്പോൾ ഇന്നൊന്നും കണ്ടില്ല. അവിടെ ഒരുപാട് ലൈക്ക് ആൻറ്റീക്ക് ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസ്, പിന്നെ ഹെന്നാസ് ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അടുത്ത് കാണുന്ന ഡെസേർട്ട് എൻവയോൺമെൻറ്റ് എന്നും പറഞ്ഞൊരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അതിനകത്ത് ഒരു ക്യാമലുണ്ട്, ഹോഴ്സുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ പണ്ട് കാലത്ത് അവർ താമസിച്ചിരുന്ന വീടുകളുടെ ഒരു മോഡൽസും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നൊരു കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്ന വീട് ബൈത്തുൽ വഹത്താണ്. ഇത് ഒയാസിസ് ഹൗസ് എന്ന് പറയും.
അപ്പോൾ ഈ വീട് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ പനയോലകൾ കൊണ്ടാണ് ഈ വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് കൊണ്ടുവന്നിട്ടുള്ളത് അലയിൽ നിന്നാണ്. പിന്നെ ഈ വീട്ടിൽ താമസിച്ചിട്ടുള്ളതൊക്കെ ഫാമേഴ്സിന്റെ ഫാമിലിയാണ്. അപ്പോൾ അടുത്ത് ഈ കാണുന്ന വീടാണ് ബൈത്തുൽ ഹസ എന്ന് പറയും. ദ മൗണ്ടൈൻ പീപ്പിൾസ് ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈസ്റ്റേൺ റീജിയനിലുള്ള മൗണ്ടൈൻസിന് സ്റ്റോൺസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ളൊരു വീടാണിത്. ഇവിടെ താമസിച്ചിരുന്നത് അവിടെയുള്ള ആൾക്കാർ തന്നെയാണ്. എസ്പെഷ്യലി സുഹൂഹ് ട്രൈബ് എന്ന് പറഞ്ഞ വർഗ്ഗക്കാരനോട് താമസിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വിന്റർ ടൈമിൽ നല്ല വാമായിട്ടും സമ്മർ ടൈമിലും കൂളായിട്ട് ഇരിക്കാനുള്ള രീതിക്കാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ റൂഫ് ഒരു ലെയർ ഓഫ് പാം ലീവ്സും മഡും കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ നമ്മളെ വിന്റർ ടൈമിന് റെയിൻ എൻ്റർ ചെയ്യാതിരിക്കാനും സമ്മർ ടൈമിന് കൂൾനെസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീടാണ് വരുന്നത് ബൈത്തൽ യനൂബി എന്ന് പറയുന്ന വീടാണ്. ഈ വീട് ഉണ്ടാക്കിയിരിക്കുന്നത് ഗോട്ടിന്റെ ഷീപ്പിന്റെ ഹെയർ കൊണ്ടാണ് ഈ വീട് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്ട്രെങ്ത്തും സോളിഡിറ്റിയും അച്ചീവ് ചെയ്യാനാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇത് ഡിഫറെന്റ് സൈസിലും ഷേപ്പിലും ഉണ്ടാക്കാൻ പറ്റും. ഇത് വിന്ററിലാണ് ഈ വീട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് കാണുന്ന വീടാണ് ബൈത്തൽ ഇവാനി എന്ന് പറഞ്ഞ വീട്. ഈ വീട് ഉണ്ടാക്കിയിട്ടുള്ളത് സാക്ക് ക്ലോത്ത്സ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് വിന്റർ ടൈമിലാണ് ഈ വീട് യൂസ് ചെയ്യുന്നത്. അടുത്ത് കാണുന്ന വീടാണ് ബൈത്തൽ ഷാർ. ഈ വീട് ഉണ്ടാക്കിയിട്ടുള്ളത് ഗോഡ് ഹെയറും പിന്നെ ഊളും കോമ്പിനേഷനിലാണ് വീട് ഉണ്ടാക്കിയിട്ടുള്ളത്. സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി വീടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് ബദൂയിൻസ് കൂൾ ഡേയ്സിന് യൂസ് ചെയ്യുന്ന ഒരു വീടാണിത്. പിന്നെ ഇവിടെ നമുക്ക് ബീച്ചിലേക്ക് ആക്സസ് ഉണ്ട്. ഇവിടെ ഉള്ള ബോട്ടൊക്കെ പണ്ട് കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ബോട്ടിന്റെ മോഡൽസ് വെച്ചിട്ടുള്ളതാണ്. അപ്പം ബീച്ചിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ആക്സസ് ഉണ്ട്. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് കയറാൻ പോകുന്ന അൽ സമാൻ മ്യൂസിയത്തിലേക്കാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ വെപ്പൺസും ഉണ്ട്. പിന്നെ ഹാൻഡ് റിട്ടേൺ ആയിട്ടുള്ള ഖുറാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് കോയിൻസ്, പണ്ട് കാലത്തുള്ള എല്ലാ കോയിൻസും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അവർ.
അടുത്ത നമ്മൾ കാണാൻ പോകുന്നതാണ് ബോട്ട്സ് ആണ്. അവർ പണ്ട് കാലത്ത് യൂസ് ചെയ്യുന്ന ബോട്ട്സും അതിൻ്റെ എല്ലാ മോഡൽസും ഇവിടെ ക്രിയേറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഹാൻഡിക്രാഫ്റ്റ് സൂക്ക് എന്ന് പറയും. ഇവിടെ ഓരോ ടൈപ്പ് ഓഫ് റൂമിൽ ഓരോ ടൈപ്പ് ഓഫ് ആർട്ട് വർക്ക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് കാർപ്പൻട്രി ഉണ്ട്, പോട്ടറി ഉണ്ട്, ഒരുപാട് ഹാൻഡ് വർക്ക്സ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് കണ്ടു നോക്കാം അത്. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് മ്യൂസിയം സെക്ഷനാണ്. ഇതിനകത്ത് വരുന്നത് അവർ പണ്ട് കാലത്ത് അവരുടെ കോസ്റ്റ്യൂംസ്, പിന്നെ അവർ യൂസ് ചെയ്ത ഓർണമെന്റ്സ് എല്ലാം ഇതിനകത്ത് വരുന്നത്. നമുക്ക് എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹെറിറ്റേജ് വില്ലേജിനെ പറ്റി നമ്മൾ അറിയാനുള്ളതും കാണാനുള്ളതും ഒക്കെ. അപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് എല്ലാവരും വിസിറ്റ് ചെയ്യണം. അടിപൊളി സ്പോട്ടാണ്. നമുക്ക് കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനും പറ്റിയൊരു സ്പോട്ട് തന്നെയാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.